എവിടെ എത്തി? എന്താ ഇവിടെ പോണേ? നമുക്കൊന്ന് ഗോവ വരെ പോയിട്ട് നീ പോണേ, ഞങ്ങളും പറയാം. നമ്മളിപ്പോ എവിടെ എത്തി? നമ്മളിപ്പോ എറണാകുളം നോർത്ത് സൗത്ത്. A few moments later. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ട്രെയിൻ മിസ്സാക്കി വെക്കാണ്. എത്ര മണിക്കൂർ? 2 മണിക്കൂർ. 8:20 ട്രെയിനിന് നമ്മള് വന്നത് 10:20. വാവ്, സൂപ്പർ. അപ്പൊ നമ്മൾ നല്ലോണം മൂഞ്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അയ്യോ വേണ്ട. എല്ലാരും ട്രെയിൻ പോയ ദുഃഖത്തിലിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കേട്ട പോലെ നമ്മുടെ ട്രെയിൻ മിസ്സായി. അപ്പോൾ നമ്മൾ അടുത്ത ട്രെയിൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഗോകുൽ, ആർ യു ഹാപ്പി? ചെയ്യടാ. ഇല്ല, സോ ഇത് മാംഗ്ലൂർക്കുള്ള ട്രെയിനാണ് നമ്മൾ കയറിയത്. പിന്നെ അവിടെ ചെന്നിട്ട് നെക്സ്റ്റ് ട്രെയിൻ, അങ്ങനെയായിരുന്നു ഗോവയ്ക്ക് പോകാൻ പറ്റുക. നമുക്ക് അങ്ങനെയാണ് കിട്ടിയുള്ളൂ. സോ ആസ് യു ക്യാൻ സീ, ജനറലിൽ നല്ല കഷ്ടപ്പെട്ട് ഇരുന്ന് ഒക്കെയാണ് നമ്മൾ പോയത്. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ തന്നെ മിസ്റ്റേക്കാണ് ട്രെയിൻ മിസ്സായത്. അപ്പോൾ നമ്മളത് അനുഭവിക്കണമല്ലോ. ഞങ്ങളിങ്ങനെ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ രാവിലെ ആയി. അപ്പോൾ നമ്മൾ ഏകദേശം മാംഗ്ലൂരൊക്കെ എത്താറായിരുന്നു. അപ്പോൾ എത്രയും വേഗം അവിടെ ചെന്നിട്ട് ഗോവയിലേക്കുള്ള നെക്സ്റ്റ് ട്രെയിൻ പിടിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടായിരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം പാട്ടൊക്കെ കേട്ടങ്ങനെ ഇരുന്നു. എനിക്കത് എവിടെ എത്തി? പാണ്ടിക്കോടി അല്ല, നമ്മൾ മാംഗ്ലൂർ. അങ്ങനെ ഈ സമയം ഗോവയിലെത്തേണ്ട ഞങ്ങൾ മാംഗ്ലൂരാണ് എത്തിയത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ നെക്സ്റ്റ് ട്രെയിൻ ടു ഗോവ ഉച്ചയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ആസ് വി വർ ഓൾ ഹംഗ്രി ആൻഡ് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. ആൻഡ് അവിടെ ചെന്ന് ഫുഡ് കഴിച്ചെങ്കിലും ട്രെയിൻ മിസ്സായ ആ ഒരു ദുഃഖം മാറ്റാം എന്നാണ് ഞാൻ കരുതിയത്. നമ്മുടെ സംഭവം വേറെ ചട്നി ഉണ്ടാവോ ഇവിടുത്തെ?
പക്ഷെ വീട്ടിലുണ്ടാക്കുമ്പോ അമ്മ നോട്ടുണ്ടാക്കും അവിടെ വെച്ചാൽ അവന് വേർപ്പ് തുടച്ചിട്ട് ഇവന്റെ വെച്ച് ഇവന്റെ വേർപ്പ് വെറുപ്പല്ല വേർപ്പ് വിയർപ്പ്. നമ്മുടെ ഇനിയുള്ള ഐറ്റിനറിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒന്നും പറയണ്ട. അൽത്താഫിന് എന്താ പറയാനുള്ളത്? ഓളനോട്ടോയാ മനസ്സിലായില്ല. ടാസ്ക് വിളിക്ക്. വിളിക്കടി. 3 months, 2 months old baby. Baby glow. ഞാൻ ഇട്ടത് അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്നു ടു ഗോവ. എങ്ങനെയാണ് ഞങ്ങൾ ട്രെയിനിൽ സമയം കളഞ്ഞതെന്ന് അറിയില്ല. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ വി ഹാഡ് സോ മച്ച് ഓഫ് ഫൺ ടേക്കിംഗ് സം റീൽസ് ആൻഡ് ഓൾ ദാറ്റ്. ട്രെയിനിൽ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, പിന്നെ കുറച്ച് നേരം പാട്ട് കേട്ടു, കുറച്ച് നേരം കാർഡ്സൊക്കെ കളിച്ചു അങ്ങനെ ഇരുന്നു. നമ്മൾ ഗോവയെത്തി. How do you feel? 24 hours. ഫൈനലി വി മെയ്ഡ് ടു ഗോവ. ഞങ്ങൾ മഡ്ഗാവ് സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ആൻഡ് അവിടെ ചെന്ന് ഒട്ടും സമയം കളഞ്ഞില്ല. ഞങ്ങൾ നേരെ ചെന്ന് സ്കൂട്ടറൊക്കെ റെൻറ്റിനെടുത്തു. ഞങ്ങളന്ന് സ്റ്റേ ചെയ്തത് ബിബി ടാക്കി എന്ന് പറയുന്നൊരു കഫേ കം ഡോർമെട്രിയാണ്. അവിടെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ സ്റ്റേ ബുക്ക് ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മളുടെ ട്രെയിൻ മിസ്സായതുകൊണ്ട് ഞങ്ങൾക്ക് രാത്രിയാണ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയുള്ളൂ. ആൻഡ് ആസ് യു ക്യാൻ സീ ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ആൻഡ് അവിടുത്തെ ആൾക്കാരെയും എടുത്തു പറയണം, ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായില്ല, കാരണം ഞങ്ങൾക്ക് ഒരൊറ്റ നൈറ്റ് മാത്രമാണ് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. ഞങ്ങൾ അവിടെ ചെന്ന് ബാഗൊക്കെ വെച്ച് നേരെ ഫുഡ് കഴിക്കാനാണ് ആദ്യം പോയത്. കാരണം ഞങ്ങൾ അവിടെ ചെന്ന സമയം അവിടെ ഇലക്ഷൻ നടക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റ്സൊക്കെ ചിലപ്പോൾ വേഗം ക്ലോസ് ചെയ്യും, മിക്ക റെസ്റ്റോറൻറ്റ്സും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ സൗത്ത് ഗോവയിലെടുത്ത ഈ ഒരു കഫേ കം ഡോം ഉണ്ടല്ലോ, അത് പലോലം ബീച്ചിൻ്റെ തൊട്ടടുത്തായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ പോയത്. രാത്രി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിൽ എത്തിയപ്പോഴേക്കും എല്ലാവരും നല്ല ടയേർഡായിരുന്നു. പിന്നെ ഫ്രഷൊക്കെ ആയി വന്നപ്പോഴേക്കും നല്ല ടൈമായി. പുലർച്ചെ ഒരു 3:30 AM ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാം എണീക്കുമ്പോൾ നല്ല ലേറ്റ് ആവുമല്ലോ. സോ എല്ലാവരും എണീക്കാൻ കുറച്ച് ലേറ്റായി. എനിക്ക് അങ്ങനെ നമ്മളെല്ലാവരും ഫ്രഷൊക്കെ ആയി ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഇറങ്ങി. ആക്ച്വലി ദിസ് വാസ് സപ്പോസ് ടു ബി അവർ സെക്കൻഡ് ഡേ ഇൻ ഗോവ. പക്ഷേ എന്ത് ചെയ്യണം, നമ്മുടെ ട്രെയിൻ മിസ്സായതുകൊണ്ട് നമ്മളുടെ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ്ലി നമുക്ക് പോയി. അപ്പോൾ നമ്മുടെ ഐറ്റിനറിയെ അങ്ങ് തകിടം മറിഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഉള്ള 2 ദിവസം അടിച്ചു പൊളിക്കാം ഞങ്ങളങ്ങ് തീരുമാനിച്ചു. സോ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ബോട്ടിങ്ങിനാണ് പോയത്. സോ അങ്ങനെ കുറച്ച് ബീച്ചസൊക്കെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു.
സോ നമ്മൾ കുറച്ച് ഡോൾഫിൻസിനെയൊക്കെ സ്പോട്ട് ചെയ്തു. ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ആ കാണുന്നത്. ആദ്യം നമ്മൾ ചെന്നത് ബട്ടർഫ്ലൈ ബീച്ചിലാണ്. അപ്പോൾ അവിടെ ഇത്രയും ആൾക്കാരെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് ഹണിമൂൺ ബീച്ചിലേക്കാണ്. സോ ഹണിമൂൺ ബീച്ച് കണ്ടപ്പോൾ അവിടെ നല്ല പീസ്ഫുള്ളായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നമുക്ക് നല്ല രീതിയിൽ സമയപരിമിതികൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് അധികമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നോർത്ത് ഗോവയിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തു. സോ പോണ വഴിക്ക് നമ്മൾ ബന്ദേക്കർ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ടാണ് പിന്നെ ബാക്കി ട്രാവൽ കണ്ടിന്യൂ ചെയ്തത്. അവിടുത്തെ ഫുഡ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അവരുടെ കിങ് ഫിഷ് താലി, ചിക്കൻ താലി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ട്രാവൽ കണ്ടിന്യൂ ചെയ്തു. സോ ആഫ്റ്റർ എ വെരി 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 ടയറിങ് സ്കൂട്ടർ ജേർണി ഞങ്ങളുടെ സ്റ്റേയിലെത്തി. അഞ്ജനയിൽ അതുല്യം വില്ലാസ് എന്ന് പറയുന്നൊരു വില്ലയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഹലോ, വെൽക്കം ടു അവർ വില്ല. സോ ദിസ് ഈസ് അവർ ലിവിംഗ് റൂം. നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. വിശാലമായ വാഷ്റൂം. സോ വി ഹാഡ് 3 bedrooms ആൻഡ് ഔട്ട് ഓഫ് 3 ഈ ഒരു ബെഡ്റൂമായിരുന്നു ഏറ്റവും നല്ലത്. ഈ ഒരു ബെഡ്റൂമായിരുന്നു ഏറ്റവും വലുതും. അത് നൈസായിട്ട് ചെക്കന്മാർ അടിച്ചു മാറ്റി ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ. ആൻഡ് ഇതായിരുന്നു ഞങ്ങളുടെ 3rd ബെഡ്റൂം. ആൻഡ് ഇതാണ് ഞങ്ങളൊക്കെ യൂസ് ചെയ്തത്. അപ്പൊ കാലിഫോർണിയ പാട്ട് മാത്രമേ ഇട്ടുള്ളൂ. സ്വീറ്റ് എന്ന് പറഞ്ഞ പാട്ട് നൈസാണ്. അപ്പുറത്തോ ഇവിടെ അല്ല. 500 ഇട്ടുള്ളൂ. ഹെൽമെറ്റ് ഒന്നുമില്ല. മറ്റേ ഇവിടാണോ പോകുന്നത്? എലിഫന്റിലാണെങ്കിൽ ഹെൽമെറ്റ് വേണ്ട. പിന്നെ നമ്മൾ ഡ്രസ്സപ്പൊക്കെ ചെയ്തു. പിന്നെ ഗൂഗിളിൽ തപ്പി നോക്കിയപ്പോൾ നല്ലൊരു റെസ്റ്റോ ബാർ കണ്ടുപിടിച്ചു. നമ്മളുടെ സ്റ്റേയുടെ അടുത്ത് തന്നെയായിരുന്നു. സോ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടു.
നല്ലതല്ല. അല്ലേ? അയ്യോടാ, ഉറാ. അവിടുത്തെ ഫുഡിൻ്റെ പോർഷൻ സൈസ് വളരെ കുറവായിരുന്നെങ്കിലും ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പബ്ബിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. എടാ കുറച്ച് കഴിഞ്ഞപ്പോഴേ അനക്കൊന്നും കേൾക്കുന്നില്ല. അവര് പോയി. പട്ടി കടിക്കാൻ പറ്റില്ല. പട്ടിക്ക് വണ്ടി അതല്ല അനുരാഗം വീട്ടും ഗന്ധർവൻ ആകാശത്തോപ്പിൻ കിന്നരൻ ആകാശത്തോപ്പിൻ കിന്നരൻ ചൊല്ലിട അനുരാഗം വീട്ടും ഗന്ധർവൻ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ കിലുങ്ങണ കയ്യാല് ആരാണ് കിലുങ്ങണ കയ്യാല് താന്റെ വാപ്പല്ലേ ഞാൻ നോക്കിയെന്താ അറിയോ? ഞാൻ ആദ്യം മറ്റേ പബ്ബിലേക്ക് പോയി. ഏത് കേക്ക് തന്റെ വാപ്പിട്ടു പിന്നെ 4 പട്ടിയുടെ അടുത്തെത്തി. അപ്പൊ ഞാൻ പോയി. ഞാൻ പോയപ്പോലെ പിന്നെ അതേ ഞാൻ പോയി. ആരാലും എന്താ പോയിട്ട് എവിടെ ആ 4 പട്ടിയുടെ അടുത്ത് പിന്നെ എത്തി. 4 പട്ടിയെന്ന് 4 മിനിറ്റ് ഓടി വന്നു. ഞാൻ തിരിച്ച് കറക്കി അവിടെ എവിടെയോ പഴയ ബാറ്, ഈ പഴയ ബാറില്ല, ആ നാട് മേടിച്ച ബാറിനോടെത്തി. എന്റെ 2500 രൂപ 80 പൈസ. അതവര് അവരുടെ കയ്യിൽ നിട്ടല്ലോ. എങ്ങനെ അപ്പോൾ തലേ ദിവസത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് നേരെ ചെന്ന് പൂളിലേക്ക് ചാടുകയാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ കുറച്ച് പേര് മാത്രമാണ് പൂളിൽ ഇറങ്ങിയുള്ളൂ. കാരണം പൂളിൻ്റെ ടൈമിങ് ഭയങ്കര ഷോക്കായിരുന്നു. 7 AM to 7 PM. അപ്പോൾ കുറച്ച് സമയമാണ് ഇറങ്ങാൻ പറ്റുള്ളൂ രാവിലെ. നമുക്ക് വേഗം റെഡിയായി ചെക്കൗട്ട് ചെയ്യണം, പുറത്തേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് എന്തായാലും പൂളിൽ ഇറങ്ങണം എന്ന് വിചാരിച്ച് പൂളിലേക്ക് അങ്ങ് ഇറങ്ങി. അപ്പോൾ പൂളിൽ നിന്നൊക്കെ കയറി ഞങ്ങൾ എല്ലാവരും റെഡിയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് അഞ്ജന ബീച്ചിലേക്കാണ്.
അഞ്ജന ബീച്ചിലെത്തി നമ്മൾ ഈ ഒരു ഷാക്കിൽ കയറിയാണ് ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ നമ്മൾ ഈ ഒരു ബീച്ച് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് അവിടെ ഇരുന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്തു, വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ നമ്മളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും യാത്ര മാത്രമേ ഉള്ളൂ എന്ന്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ ട്രെയിൻ മിസ്സായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ഹോൾ ഡേ തന്നെ ഞങ്ങൾക്ക് പോയി. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല ഞങ്ങളുടെ ഗോവ ട്രിപ്പ് നടന്നത്. സോ മാക്സിമം സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കവർ ചെയ്യുക എന്നുള്ളൊരു അജണ്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയത് ബാഗ ബീച്ചിലേക്കാണ്. അവിടെ ചെന്നപ്പോഴേക്കും ഹെയർ ബ്രീഡിങ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഈ ചേച്ചിമാരൊക്കെ വന്നു. പിന്നെ എങ്ങനെ ചെയ്യാണ്ടിരിക്കാനാണ്, ഞങ്ങൾ രണ്ടുപേരും അതിൽ വീണുപോയി. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ ഒരു നിസ്സാര സമയം കൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് നമ്മളുടെ മുടിയിൽ അങ്ങനെ ചെയ്തത്. അങ്ങനെ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വില്ലയിലേക്ക് പോയി ചെക്കൗട്ടൊക്കെ ചെയ്തു. കാരണം നമുക്ക് തിരിച്ച് സൗത്ത് ഗോവയിലേക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ സ്കൂട്ടർ റെൻറ്റിനെടുത്തത് അവിടെ നിന്നാണ്. സോ നമ്മൾ ഒട്ടും സമയം വൈകിക്കാതെ തിരിച്ച് വില്ലയിലേക്ക് പോയി. അവിടെ ചെന്നു, ഡ്രസ്സൊക്കെ മാറി. ബിക്കോസ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണത്. ഗോവ എങ്ങനെ ഉണ്ടായിരുന്നു? ഫോട്ടോ ഇട്ടുണ്ട്. Travel and real enthusiast. Who? Me. No, only travel. നാളെ രാത്രി എത്തും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ട്രെയിൻ ഞങ്ങൾ കയറി. ആൻഡ് അബൌട്ട് ഗോവ ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷേ ഞങ്ങൾക്ക് അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് കൂടുതലും സൗത്ത് ഗോവ എക്സ്പ്ലോർ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അതൊന്നും അത്ര നടന്നില്ല. പക്ഷേ നോ വറീസ്, ദിസ് ടൈം ഇങ്ങനെ നടന്നു. ഇനി അടുത്ത തവണ ഇതിലും അടിപൊളിയായിട്ട് ഗോവ ട്രിപ്പ് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ I will definitely come back to Goa to explore the unexplored part. So, yeah. ആഹാ, നാട്ടിലെത്തിയപ്പോൾ എന്തൊരു സമാധാനം. നമ്മൾ വേഗം തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്തു. നേരെ ഫുഡ് കഴിക്കാൻ തന്നെയാണ് പോയത്. അങ്ങനെ നമ്മളുടെ കാർ വന്നു. നിങ്ങൾ വിചാരിക്കേണ്ടാവും ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയിന്ന്. അവരൊക്കെ ഓരോ സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മൾ ഇത്രയും പേര് സൗത്തിലാണ് ഇറങ്ങിയത്. When I say I miss the trip, well, I don't miss Goa. I miss the journey, the moments we had, these people.